ഇന്നലെ മുതൽ വലിയ വാർത്തയായി വന്നിരിക്കുകയാണ്. കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം നടന്നിരിക്കുന്നു. കെ സുധാകരനെതിരെ കൂടോത്രം നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകളാണ് വന്നിരിക്കുന്നത്. അതായത് അത്രയും പ്രാധാന്യം വന്നിരിക്കുന്നു. ഈ കൂടോത്രം ശരിയാണോ അല്ലേ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പലതും കണ്ടെടുത്തു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസിയല്ല, അതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന, എൻ്റെ പേരിൽ കൂടോത്രം ചെയ്ത് എനിക്കെതിരെ ആഭിചാരക്രിയ ചെയ്തിട്ട് മറ്റേ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒരു കൂടോത്രം ചെയ്യാനോ അല്ലെങ്കിൽ ആ അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും പോയിട്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ സത്യസന്ധമായ ജീവിതം നയിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ തൊടാൻ പിണറായി വിജയൻ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. എന്തായാലും നമുക്ക് കെ സുധാകരനെതിരെ കൂടോത്രത്തെ കുറിച്ചൊന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് എന്താണെന്ന് നോക്കാം. കാരണം മനോരമ പത്രമാണ് ഫ്രണ്ട് പേജിൽ മധ്യഭാഗത്തായിട്ട് 3 കോളമായിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത്. കെ സുധാകരനെതിരെ കൂടോത്രം. കണ്ണൂരിലെ വീട്ടുപറമ്പിൽ ചെമ്പ് തകിടുകളും ആൾരൂപങ്ങളും കണ്ടെത്തിയതിൻ്റെ വീഡിയോ പുറത്ത്. ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. പുറത്തു വന്ന വീഡിയോ. മറുഭാഗത്ത് നമ്മുടെ ഉണ്ണിത്താനാണുള്ളത്. KPCC പ്രസിഡന്റ് സുധാകരനെതിരെ കൂടോത്രം ചെയ്തതായ ആരോപണം. സുധാകരന്റെ കണ്ണൂർ നടാടിലെ വീട്ടുപറമ്പിൽ നിന്നും ചെമ്പ് തകിടുകളും ആൾരൂപങ്ങളും കുഴിച്ചെടുക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു. 1.5 വർഷം മുമ്പത്തെ വീഡിയോ ആണിതെന്ന് സുധാകരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. KPCC ഓഫീസിലും വെച്ചതായി പറയുന്നുണ്ട്. അതിലൂടെ ഒന്നും എന്നെ അപായപ്പെടുത്താൻ കഴിയില്ല. മറ്റു കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചാലേ അറിയാൻ കഴിയൂ, സുധാകരൻ പറഞ്ഞു. ഉണ്ണിത്താൻ പ്രതികരിച്ചിട്ടില്ല. കൂടോത്ര സാധ്യത പരിശോധിക്കാൻ ഉണ്ണിത്താനോടാണ് മന്ത്രവാദിയെ എത്തിച്ചതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നു. ഒരാൾ പൊക്കമുള്ള മതിലും CCTVയും ഉള്ളപ്പോൾ ഇതെല്ലാം ആര് കുഴിച്ചിട്ടു എന്നാണ് സംശയം. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് പ്രസിഡന്റിന്റെ ഇരിപ്പിടത്തിന് താഴെ നിന്നും സുധാകരന്റെ പേട്ടയിലെ വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നും ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്നും സമാനമായ തടുകൾ ലഭിച്ചതായി പറയുന്നു. ഉയിര് പോകാതിരുന്നത് ഭാഗ്യം. എന്നിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ് അത്ഭുതം. കൂടോത്ര രൂപങ്ങൾ പുറത്തെടുക്കുമ്പോൾ വീഡിയോയിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് സുധാകരൻ പറയുന്ന കേൾക്കാം. വീടിന്റെ രൂപമാണ് ആദ്യം കണ്ടെടുക്കുന്നത്. കാലിന്റെ രൂപം എടുക്കുമ്പോൾ കുറച്ചായി കാലിന് ബലക്കുറവുണ്ട് എന്ന് സുധാകരൻ. തലയുടെ രൂപം പുറത്തെടുക്കുമ്പോൾ ഡയലോഗ് ഇങ്ങനെ: തലയ്ക്ക് ഭാരം കൂടുന്നത് പോലെ തോന്നാറുണ്ട്, സ്ട്രെസ്സുമുണ്ട്. രൂപത്തിന്റെ തലയ്ക്ക് അകത്ത് എന്തെങ്കിലും ഉണ്ടായെന്ന് നോക്കാൻ അത് പൊട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സുധാകരൻ പറയുന്നു ഉയിര് പോകാതിരിക്കുന്നതാണ് ഭാഗം. ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് പിണറായി വിജയൻ എതിരെ ഏറ്റവും ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുന്നത് സുധാകരനാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെ തകർക്കാൻ പിണറായി വിജയൻ KPCCക്കകത്തും തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഏജന്റിനെ വെച്ച് ഇങ്ങനെ കൂടോത്രം ചെയ്ത് സുധാകരന്റെ വീട്ടിലും KPCCക്കകത്തും ഇത്തരം കൂടോത്രങ്ങൾ ചെയ്ത് മെറ്റീരിയൽ എല്ലാം എത്തിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി പ്രശസ്ത വാസ്തുശില്പിയും അതോടൊപ്പം ജ്യോതിഷിയുമായ പാരുക്കുഴി വിജയനാണ് നമ്മളോടൊപ്പം. അദ്ദേഹം പല വിവാദങ്ങളും നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. എന്താണ് ഈ ഇങ്ങനെ ഒരു കൂടോത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇപ്പോൾ കെ സുധാകരന്റെ വീട്ടിൽ നടന്നത് എന്താണ് എന്നാണ് പറയാനുള്ളത്? ലോക ജനതയ്ക്ക് പ്രണാമം. അത്യുത്തർഷാം ദിശി ദേവതാത്മാ ഹിമാലയോ നാഗ അഗാതിരാജക എന്നാണ് കാളിദാസൻ ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിച്ചത്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഹിമാലയമായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഈശ്വരവിശ്വാസികളും അമ്പലവും ദൈവവും പള്ളികളും ഒന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇതിനോടനുബന്ധിച്ച് കൊറോണയോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രമല്ല കൂടപത്രമാണ്. അതെങ്ങനെ ഇനിയെങ്കിലും പത്രക്കാരും മാധ്യമപ്രവർത്തകരെ തിരുത്തുക. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പിന്നെ കൂടോത്രമെന്നോ കൗവീനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. മറിച്ച് കൂടപത്രമെന്നാണ്. ഇതിൻ്റെ ഇലയിലാണിത് സംഭവം. അതിനുവേണ്ടി സെപ്പറേറ്റ് ഇലയുണ്ട് വൃക്ഷത്തിൻ്റെ, അതിലാണിത് ഉള്ളത് ചെയ്യുന്നത്. അത് മന്ത്രം അറിയാമെന്ന മന്ത്രത്തെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ അറിയാവുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായ അതിൻ്റെ ഇത്ര ദിവസം എന്ന് പറയാൻ ഇത്ര നാഴിക അല്ല ഇത്ര വിനാഴിക അല്ല ഇത്ര ഇതെന്ന് പറഞ്ഞ് ടൈമിങ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് അത് ഏറ്റിരിക്കും. നമ്പർ 1. നമ്പർ 2, ഇത് ആദ്യമായിട്ട് കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് പൊക്കുന്നതെന്ന് പറയുന്നത് VM സുധീറിൻ്റെ വീട്ടിൽ നിന്നാണ്. ഓർമ്മയുണ്ടായിരിക്കും.
നമ്മുടെ പത്രം അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾ പ്രഭാതത്തിൽ വരുന്ന ഏതൊരു പത്രമായിക്കോട്ടെ, എല്ലാ ദേശാഭിമാനി ഉൾപ്പെടെയുള്ളതായ എല്ലാ പത്രങ്ങളും അതിനെക്കുറിച്ച് VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് പൊക്കിയ ആ ഒരു തകിടുകളെക്കുറിച്ച് വളരെ വിശദമായ രൂപത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ പിന്നെ കൂടാതെ കൊച്ചിയിലുള്ള INTUC ആ ഓഫീസിലും സംഭവം ഇതുണ്ട്. കാരണം നമ്മുടെ INTUCയുടെ ഓൾ ഇന്ത്യ തലപ്പത്തിരിക്കുന്നതായ അഡ്വക്കേറ്റ് KP ഹരിദാസ് അദ്ദേഹവും പരിവാരങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമ്മിലടിയായിരിക്കും. ഒരു ദിവസം എന്നെ കൊണ്ടുപോയി, ഞാൻ അതിനകത്തോട്ട് കയറിയില്ല. ഇച്ചിരി കുഴിയായിട്ടാണ്, ഏതാണ്ടൊരു 10-12 ഇഞ്ച് എന്ന് പറയുക ഒരടിയോളം ഡെപ്തിലാണ് ഈ റോഡിൽ നിന്ന് ഈ ഓഫീസുള്ളത്. എന്നോട് കയറി ഒരു ഇരിക്കാം. ഞാൻ പറയും വേണ്ട സാറേ, നമുക്ക് എൻ്റെ ആവശ്യമില്ല, സംഭവം ഇത് പൊളിയുക എന്ന് പറഞ്ഞു. ഇതെല്ലാത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് അതിന് നമുക്ക് വേറെ ആളെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ ഈ സംഭാഷണത്തിൽ റൗണ്ട് അപ്പ് വരുള്ളൂ. ഒരു പാണ്ഡ്യാല എന്നും പറഞ്ഞ ഒരു അദ്ദേഹമുണ്ട്. CPMകാരുടെ എത്രയോ വെട്ട് കൊണ്ടിട്ടും ഇന്നും അന്തസ്സായ രൂപത്തിൽ അന്തസ്സായ രൂപത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ CPM എന്നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അന്തകനായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. അദ്ദേഹം കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് CPMനകത്ത് നടക്കുന്നതായ സർവ്വ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് A to Z, ഇസഡിനപ്പുറത്തോട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളില്ല. അത്രയും വളരെ ഗൗരവമായ രൂപത്തിലാണ് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ എന്ത് പേര് പറയുന്നത് എൻ്റെ ഭാഷ പറയാം മഹാരാജൻ, അദ്ദേഹത്തിനുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു പല പ്രാവശ്യം. കാരണം ഓരോ വാക്കുകളും വളരെ 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 അധികം വിലപ്പെട്ടതായിരുന്നു. ഈ പിണറായി എന്ന് പറയുന്നത് സഖാവിൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആ മഹാ പ്രസ്ഥാനം എന്ന് വേണം അദ്ദേഹത്തെ പറയാം. പ്രസ്ഥാനം എന്ന് വേണം. വൃത്തികേട് കൂട്ടി നിൽക്കുന്നൊരു മനുഷ്യനല്ല, മരണം വരെയും എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തെ ഇപ്പോൾ ജസ്റ്റ് ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ കണ്ണൂരുള്ള മന്ത്രവാദികളാണോ അതോ മൈസൂരിലുള്ള മന്ത്രവാദികളാണോ എന്നുള്ളത്. കൊടകിൽ മന്ത്രവാദികളില്ല, മൈസൂരിലുണ്ട്, എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. അപ്പോൾ സുധാകരൻ അദ്ദേഹം ഒരു കാര്യം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അതിനെ നമുക്ക് ദഹിപ്പിച്ച് കളയണം. അതിന് ചിലവുള്ളതാണ്, ദഹിപ്പിക്കണം. അല്ലാതെ വെറുതെ കൊണ്ട് അതാ അല്ല ഇതൊക്കെ മൂക്കും. അല്ല അത് എടുത്ത് കളഞ്ഞു എന്നാണല്ലോ പറയുന്നത്. കളയരുത്, യഥാർത്ഥത്തിൽ ദഹിപ്പിക്കണം. അത് അതിനെന്താ ദഹിപ്പിക്കാൻ പരസ്യമായിട്ട് സർവ്വ ചാനലുകളെ മാധ്യമങ്ങളെ എല്ലാവരും വിളിച്ചുകൊണ്ട് കുരുമുളക് കാന്താരി ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ദഹിപ്പിക്കുന്നത്. അല്ലെ ഉമ്മ എന്തെങ്കിലും ഒരു തീ അങ്ങോട്ട് കൂട്ടി അല്ലെ ഒരു എന്താണ് ഒരു ഹോമകുണ്ടം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് പണ്ട് വനമായിരുന്നു നമ്മുടെ ഈ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ ഭൂപ്രദേശങ്ങൾ അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ വനത്തിലായിരുന്നു കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൃഗങ്ങൾ വന്ന് ഈ കൃഷി നശിപ്പിക്കാതിരിക്കാൻ മൃഗങ്ങളെ വിലക്കുന്നതാണ് അന്ന് ഇവർ ഉപയോഗിച്ചിരുന്ന ഈ മന്ത്രോച്ചാരണങ്ങൾ. അതിലൊന്ന് രണ്ട് മന്ത്രോച്ചാരണം ഞാനിവിടെ പറയാം. ഇപ്പോൾ ഒരാളെ നശിപ്പിക്കാനല്ല, നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേ സംബന്ധിച്ച് അങ്ങേക്ക് ഇതിനകത്ത് വിശ്വാസവും കാര്യമൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്നവരല്ല, എന്നോട് വൈരാഗ്യം കാണിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഭവനത്തെത്തിയാൽ ഇങ്ങനെയാണ്: ഓം അന്തരീക്ഷമേ ആകാശേക്ഷ്യമേ സുന്ദരീക്ഷമേ ചുരുളേക്ഷ്യമേ. ഈ കുഞ്ഞുങ്ങളോടും ഇവരുടെ ദേഹത്തോടും ഇവരുടെ ദേഹിയോടും ഇവരുടെ പഞ്ചാത്മാവോടും കണ്ടും കേട്ടും നിൽക്കുന്നതായ സർവ്വ ദുർഭൂതങ്ങളും സർവ്വ ദുർസ്വരൂപങ്ങളും ഈ കുഞ്ഞുങ്ങളിൽ നിന്നും ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഇവരോട് സ്നേഹമുള്ള ആളുകളിൽ നിന്നും ഇവരുടെ ഗ്രഹത്തിൽ നിന്നും ഇവരുടെ മണ്ണിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകുക. ഇത് 11 പ്രാവശ്യം ചിട്ടയോടുകൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു വാഴയിലൊക്കെ തൂശനിലക്കകത്ത് മധുരപലഹാരങ്ങളൊക്കെ വെച്ച് പഴം ഉൾപ്പെടെയുള്ള മധുരപലഹാരങ്ങളൊക്കെ വെച്ചിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് സാമ്പ്രാണി കർപ്പൂരം ഇതെല്ലാം കൂടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇതൊരു 11 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ ആ നിമിഷം വരെ ഇവർക്കുണ്ടായിരുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും താരതമ്യേന ഒഴിഞ്ഞു മാറും. പിന്നെ ഒഴിഞ്ഞു മാറാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ ഭൂപ്രദേശം, ആ ഗ്രഹം അംശവത്തതല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നും ദുരിതം തന്നെയായിരിക്കും. ആയം വ്യയം, ആയം എന്ന് പറയാൻ ഇൻകം, വ്യയം എന്ന് പറയാൻ എക്സ്പെൻസ്. അപ്പോൾ അത് ആയം കുറഞ്ഞും ഇരിക്കും, വ്യയം കൂടിയും ഇരിക്കും. അത് ആ വീടിൻ്റെ ഗ്രഹത്തിൻ്റെ മർമ്മദോഷം എന്നൊക്കെ പറയാം, വിധിക്ക് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കൂടെ അതിൻ്റെ അടുത്ത് ഇനി മന്ത്രത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു മന്ത്രം കൂടെ ചൊല്ലിത്തരാം. അതിന് മുൻപായിട്ട് ഇത് ഒരു ഇലയാണ്, പത്രം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറല്ല, ഇല. പത്രത്തിന് വേറെ ഇതും കൂടെ ഉണ്ട്, ചിറകുന്നുണ്ട്, വിങ്സ് എന്നുണ്ട്. അപ്പോൾ ഈ ഇലയിലാണ് ഇനി ആരെയാണ് നമ്മൾ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒതുക്കലിന് വളരെ കൃത്യമായ രൂപത്തിൽ ഒരു രാത്രി ഒരു 11-11:30 ഈ സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിർത്തുക വേണം. കൂടാതെ വടക്ക് ദിശയിൽ തിരിഞ്ഞിരുന്നാണ് ഇത് ചെയ്യേണ്ടുന്നത്. ശത്രുതാദോഷം അല്ല കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ തെക്കോട്ടോ അല്ല, വടക്ക് ദിശയിൽ. എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആകത്തുള്ളൂ. പിശാചിനെ പോലെ തന്നെ ശക്തനാണ് ഈശ്വരനും, ഈശ്വരനെ പോലെ തന്നെ ശക്തനാണ് പിശാചും. ഇതെല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും. അപ്പം അങ്ങനെ വരുമ്പോൾ പിശാചിനെ ആവാഹിച്ചാണ് ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത്. ചെയ്യുന്ന ആളിനത് എഫക്റ്റാവും, അത് ചെയ്യിച്ച ആളിനും ചെയ്യുന്ന ആളിനും. കാരണം സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഒരുപക്ഷെ ആ സ്ത്രീ വശീകരണമായിരിക്കാം. നല്ല സുന്ദരിയാണ്, എൻ്റെ അയലൊക്കെ താമസിക്കുന്നത് നല്ല സുന്ദരിയാണ്, ഭാര്യയും ഭർത്താവും 2 പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇംഗിതം, ഇവളുമായിട്ടൊന്ന് ശൃംഗരിച്ചാലോ എന്ന്. അതിനുള്ള മന്ത്രം വേറെ ഉണ്ട്, വെറും 4 വരികയുള്ളൂ. അതൊന്ന് കേൾക്കട്ടെ. അതോ ഓം യേഹേഹി യക്ഷിണി 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 കാമതേ 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 ഹ്രീം ക്ലീം വൈശ്യശക്തിയും കുരു ഹ്രീം സ്വാഹ. ഇത് 10 പ്രാവശ്യം എത്ര പ്രാവശ്യം ചെല്ലണം? അത് നമുക്ക് ഇഷ്ടം പോലെയല്ല, ഇഷ്ടം പോലെ ചെല്ലിയാൽ ഏതൊരാളെയും വലയിൽ വീഴ്ത്താൻ പറ്റും എന്നർത്ഥം. ഈസി ആയിട്ട് വലയിൽ വീഴ്ത്താൻ പറ്റും. ആട്ടിക്കിട്ട് ഓടേണ്ടി വരും. ഓടുകയല്ല, ചിലപ്പോൾ കുളത്തിലെടുത്ത് ആടേണ്ടി വരും. 2 ഇപ്പോഴത്തെ നിയമം പുതുക്കിയിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ അന്യപുരുഷന്റെ ഭാര്യയെ ആ രൂപത്തിലേക്ക് പോയാൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അകത്താണ്. ആ നിയമം വീണ്ടും വന്നിട്ടുണ്ട്. ഇല്ല, അത് നമ്മുടെ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു. അത് കഴിഞ്ഞ ശേഷം പുതിയ വകുപ്പൊക്കെ വന്നിട്ടുണ്ട്. മോദി ഇപ്പം വകുപ്പ്, അമിത്ഷാ പുതിയ വകുപ്പൊക്കെ എല്ലാത്തിനും പിടിച്ച് അകത്താക്കാൻ വേണ്ടിട്ട്. എനിവേ ഏതായാലും ഈ വശീകരണ മന്ത്രമായിട്ട് ആരും പോണ്ട. അല്ലല്ല, ഇതിന് അതെ പറഞ്ഞുകൊണ്ടുള്ള ഇതിന് എവിടുന്നെങ്കിലും ഗുരുമുഖത്തുനിന്ന് ഇത് പഠിക്കണം. മാത്രമല്ല അല്ല, ഇത് ഗുരുമുഖത്തുനിന്ന് കിട്ടണം. ഇത് ദക്ഷിണ കൊടുക്കണം. എന്തെങ്കിലും ഒരു വെറ്റിലും അവരടയ്ക്കായും 1 രൂപ കൊടുത്താലും മതി അവനെ. പക്ഷേ ഇതിന് അടുത്തുള്ള സ്ത്രീ അല്ലെ കാണാൻ കൊള്ളാന്ന് പെൺപിള്ളേരെ വശീകരിച്ചൊക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യും, പാരൂക്കുട്ടിയുടെ അടുത്തേക്ക് പോയൊക്കെ ഈ മന്ത്രം പഠിച്ച് വന്നിട്ട് അവൾ വരുന്ന വഴിക്ക് നോക്കി അവിടെ മുഖത്തോട്ട് നോക്കി അല്ലെ അവിടെ പൃഷ്ഠത്തോട്ട് നോക്കിയിട്ട് ജോലി ചിലപ്പോൾ ഇടിയുടെ പഞ്ഞം തീരും. അപ്പോൾ വെറുതെ ആളെപ്പറ്റി ഇതാക്കേണ്ട. ശരി, അടുത്തത്. അതായത് അപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ആൾരൂപം ഉണ്ടായിരുന്നു, പിന്നെ വീടിന്റെ ചിത്രം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ആൾരൂപത്തിന്റെ അങ്ങനെ വെക്കുന്നതിന് ഉദ്ദേശിക്കുന്ന കാര്യം? വീടിന്റെ രൂപം ഉദ്ദേശിച്ചതിന്റെ കാര്യം എന്താണ്? പറഞ്ഞുതരാം. ഇത് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വാസ്തുവിനെ കുറിച്ചും ജ്യോതിഷത്തെ കുറിച്ചും ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ. ഇത് ഈ ആൾരൂപം എന്ന് പറയുന്നത് അതിനകത്ത് വ്യക്തമായിട്ടില്ല ഇതിലെ ഏതൊരു ഭാഗമാണ് ആ ആൾരൂപത്തിൻ്റെ, ആ സ്റ്റാച്യൂയുടെ പിന്നെ വികലാംഗത്വമുള്ളത്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഏത് ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഉയരു പോകാതിരുന്നത് ഭാഗ്യം. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന, അതല്ല. വീടിന്റെ രൂപമാണ് ആദ്യം കണ്ടത്. കാലിന്റെ രൂപം എടുക്കുമ്പോൾ കുറച്ചു കാലമായി കാലിന് ബലക്കുറവുണ്ട്. തലയുടെ രൂപം പുറത്തെടുക്കുമ്പോൾ ഡയലോഗ് ഇങ്ങനെ, തലയ്ക്ക് ഭാരം കൂടുന്ന പോലെ തോന്നാറുണ്ട്, സ്ട്രെസ്സുണ്ട്. രൂപത്തിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായെന്ന് നോക്കാൻ അത് പൊട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സുധാകരൻ ഉയര് പോകാതിരുന്ന ഭാഗ്യം എന്ന് പറയും. അതിനെ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ എന്താണ്, അതായത് കാരണം എന്താണ് അവർ ഉദ്ദേശിച്ചത്, കൂടോത്രക്കാർ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്? അത് വീട് നമുക്ക് എടുക്കാം, സംശയം അല്ല ആരൂഢം ഇതെടുക്കാം. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണൂരുള്ള വീട്ടിലെ കാര്യമല്ലേ പറയുന്നത്? എടുത്താണ്. അപ്പോ ഇദ്ദേഹം അവിടെ ഇല്ലല്ലോ.
CCTV ഉള്ള സ്ഥലത്ത്, വലിയ മതിലുള്ള സ്ഥലത്താണ് ഇതൊക്കെ പോയി അപ്പൊ ചെയ്യുന്നത്. അത് ആ സമയത്ത് ഇവർ ഓഫ് ചെയ്തിട്ടുണ്ടാവാം. ഒന്നുകിൽ എന്തായാലും പിണറായി വിജയൻ സുധാകരന്റെ കോൺഗ്രസ്സുകാരനായ ഒരാളെ, CPM കാരനായ ഒരാളെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റി കൂടെ നിർത്തി വിശ്വസിപ്പിച്ച് നിർത്തിയിട്ടാണല്ലോ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് എപ്പോഴും ഒരു KPCCന്റെ ഓഫീസിൽ ചെയ്യണമെങ്കിൽ പിണറായി വിജയന്റെ ആള് പോയിട്ട് ആണെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ ഏതോ ഒരാളെ വിലക്കെടുത്ത് സുധാകരനെ പണി ഒപ്പിക്കാൻ ചെയ്താണെന്നല്ലേ അർത്ഥം. ഓഫ് കോഴ്സ്, വൈ നോട്ട്. അതായത് ഇപ്പൊ എന്നെ ഉപദ്രവിക്കണമെന്നുണ്ട് എങ്കിൽ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടാവും. ആ ചങ്ങാതി എൻ്റെ വലങ്കയാണ്. എന്തെങ്കിലും കാരണവശാൽ ഞാനും അദ്ദേഹമായിട്ടുള്ള ആ സഹകരണത്തിനകത്ത് പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ചാരായത്തെക്കാൾ കൂടുതലും അതിലുപരി തുകയും കിട്ടിക്കഴിഞ്ഞാൽ. ചാരായത്തെ പറ്റി ഓർക്കുന്നല്ലോ. പറഞ്ഞുതരാം. അല്ല, ഏതൊരു സംഭവവും ഈ കൂടോത്രക്കാർ ചാരായം ഒരു പ്രധാന വളരെ എസെൻഷ്യലാണ്, വളരെ എസെൻഷ്യലാണ്. ഇത് ഉപാസനാമൂർത്തികൾക്കും മാടൻ, മറുത, ചാത്തൻ എന്ന് പറഞ്ഞ ഇതിനെല്ലാം വാറ്റുചാരായം തന്നെ ഒഴിച്ചു വെച്ചിട്ട് മത്സ്യവും മാംസവും വെച്ചിട്ട് അത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് പിന്നെ സൽപുത്രന്മാരായ ദൈവങ്ങളുണ്ടല്ലോ അവർക്കുള്ള പിന്നെ വിശേഷാൽ ഇത് കരിക്ക് ഉൾപ്പെടെയുള്ള അതെല്ലാം വെച്ചുകൊണ്ടാണ് വലിയൊരു ചടങ്ങ്. ഇത് ചിലപ്പോൾ 3, 4, 5 ദിവസം എടുക്കും അവിടെ വെച്ച് ചെയ്യണമെങ്കിൽ. അല്ലല്ലല്ല, ഇത് വേറൊരിടത്ത് വെച്ച് ചെയ്തിട്ട് കൊണ്ട് മണ്ണ് മാന്തി ഇറക്കിയതാ. അല്ല, അവിടെ എത്ര ദൂരത്തേക്കാവാം? ഇല്ലല്ല, അതിന് റേഞ്ച് ഉണ്ട്. ഇത്ര നാഴിക എന്നുണ്ട്. അപ്പൊ ഇതൊരു കഷ്ടിച്ച് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ വളരെ എഫക്റ്റീവ് ആവും. വളരെ അതിനപ്പുറത്തോട്ട് പിന്നെ അതിന് റേഞ്ച് ഉണ്ടാക്കുന്നതിന് അതിന് വേറെ മന്ത്രമുണ്ട്. പിണറായി വിജയന്റെ തന്തയ്ക്ക് പോലും വിളിച്ചിട്ടുള്ളതാണ് ആര്? നമ്മുടെ സുധാകരൻ. അതെ. മാത്രമല്ല തെങ്ങുകാരൻ എന്താണ് ചെത്തുകാരൻ കോരന്റെ മോനാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം അദ്ദേഹത്തെ അടിച്ച് തകർക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അത് മാത്രമല്ല, ഇവര് ക്ലാസ്മേറ്റ്സ് അല്ലേ? ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഉടുതുണിയില്ലാതെ പിണറായി വിജയൻ ഓടി എന്ന് പറയുന്നുണ്ട്. കാരണം വലിയ എന്താണ് വാളിന്റെ ഇടയിൽ കൂടെ നടന്നുപോയ RSSകാരുടെ ഇടയിൽ കൂടെ കടന്നുപോയ ഇരട്ട ചങ്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞതെങ്കിലും തുണിയില്ലാതെ ഓടിയെന്നാണ് കോളേജിൽ അടി കെട്ടിയപ്പം. പോട്ടെ, നമ്മളിപ്പോ അതിലേക്ക് വരാം. തലയുണ്ട്, കാലുണ്ട്, പിന്നെ വീടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കഷ്ണമാക്കുക, ആ വീട് ഒന്നുകിൽ ഇട്ടേച്ച് പോവുക, അല്ലെ വിൽക്കുക, എന്തായാലും കൈനീട്ടത്തിന് വിൽക്കുക, അല്ലെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോവുക. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന്. കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടാണ്, വലിയ വീടാണ് അദ്ദേഹത്തിന്, കൊട്ടാരത്തിലുള്ള വീടാണ്. അതെയോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നയാള് ആരോ ഒരു വൻ ശക്തി, പിന്നെ 2-3 ബംഗ്ലാദേശികളും കാണും കുഴിക്കണ്ടേ രാത്രി. അവന്മാർക്ക് ആരായും കൊടുത്ത് ഇടാ ഇവിടെ കുഴിക്കാൻ. സുധാകരൻ ഇല്ലാത്ത സമയത്ത് വിശ്വസ്തനായ ആൾ ആരെങ്കിലും കാവൽ നിന്നുണ്ടോ, അല്ലെങ്കിൽ കാവൽക്കാരനെ വെള്ളം അടിച്ചിട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ട്. ഉദാഹരണമായിട്ട് പറയാം, ഡൽഹിയില് നമ്മുടെ ഈ MP-മാരുടെ ക്വാർട്ടേഴ്സുകളുണ്ടല്ലോ, അവിടെ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വ്യഭിചാരം, വെള്ളമടി, ചീട്ടുകളി. അത് 1 രൂപ 2 രൂപ അല്ല, ലക്ഷങ്ങൾ ഇട്ടിട്ട് അതിന്റെ ബണ്ടിലായിട്ടാണ്. സുധാകരനെ പോലെ കേരളത്തിലെ ശക്തനായ KPCC പ്രസിഡന്റിന്റെ വീട്ടിലാണ് ഈ സംഭവം. അതന്നെ ഞാൻ പറഞ്ഞ അത് അങ്ങേക്കും ലോകർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ അവിടുത്തെ കുക്കിനെ ഞാൻ സ്വാധീനിക്കും. കാരണം എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ 5 മണി വരെയല്ലേ ഉള്ളൂ, ചിലപ്പോൾ 3:30 ആടും കംപ്ലീറ്റ് ഇതൊക്കെ ചെയ്തിട്ടൊക്കെ. എന്നിട്ട് ബാറിൽ പോയി 2 അടിക്കും. അടിച്ചതിന് ശേഷം ഇവരെ വേണ്ടിയിട്ട് കൊണ്ടുപോകും കുക്കിന്. അപ്പോൾ കുക്കുമാരെല്ലാം പിടിച്ചിരിക്കുക. താക്കോൽ ഈ കിച്ചണകത്ത് കയറിയിട്ട് താക്കോൽ പഴുതിൽ കൂടി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം, മദ്യപാനം, ചീട്ടുകളി. അപ്പം അതേ രീതിയിൽ എനിക്കിങ്ങനെ കുക്കിനെ സ്വാധീനിക്കാമെങ്കിൽ കാശ് കൊടുത്തിട്ട് എന്തുകൊണ്ട് സുധാകരൻ അദ്ദേഹത്തിൻ്റെ എന്നല്ല, ഈ VM സുധീരൻ്റെ വീട്ടിലായിരുന്നാലും ശരി, മറ്റ് രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ എന്തുകൊണ്ടൊരു സ്വാധീനം ചെലുത്താൻ എന്തു നടത്താം? എൻ്റെ ഓഫീസിൽ 3 പേര് ജോലിക്ക് കയറി. അഞ്ജു എന്ന് പറയുന്ന SST പെൺകുട്ടി, അതേപോലെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരുത്തൻ, ശ്യാം എന്ന് പറയുന്ന ഒരുത്തൻ. എന്നിട്ട് ഇവർ വീണ ജോർജിന്റെ, പിണറായി വിജയന്റെ, റിയാസിന്റെ നിർദ്ദേശപ്രകാരം
പ്ലാൻ ചെയ്ത് എന്നെ ആദ്യം ഓഫീസ് അലങ്കോലപ്പെടുത്തി, എന്നിട്ട് ആ കുട്ടീനെ കൊണ്ടുവന്നു, പിന്നിട്ട് ആ കുട്ടീനെ കള്ളപ്പരാതി കൊടുപ്പിച്ച് SC/ST നിയമങ്ങൾ പ്രകാരം അകത്താക്കി. ആ ചരിത്രം അറിയാലോ. പിന്നെ എല്ലാ ഹിസ്റ്ററി ഹൈക്കോടതിയാണ് രക്ഷപ്പെടുത്തിയത്. കാരണം ഹൈക്കോടതിക്ക് ബോധം ഉണ്ടായിരുന്നു. ഹൈക്കോടതി തെളിവുകളുടെ അടിസ്ഥാനം. അത് മാത്രമല്ല, ഇതേപോലെ എവിടെയും കയറാം. കെ സുധാകരന്റെ വീട്ടിൽ കയറി എന്ന് പറയുന്ന ഒരു അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നും. ഇത് ഞാൻ ഇദ്ദേഹത്തിന്റെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഈ ചീഫ് എഡിറ്റർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ നടന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. സ്വാധീനിക്കാൻ ഈസിയാണ്. 1 2 3 മങ്ക മണി ലിക്കർ. അതിനുശേഷം എൻ്റെ ഓഫീസിൽ വീണ്ടും ഒരു വനിതാ സ്റ്റാഫിനെ കയറ്റി. അവർ ഭയങ്കര ഒബീഡിയൻറ്റും വളരെ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അടുത്ത് പോകുന്ന വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു, ഓഫീസിൽ വന്ന ഒരു ഡോക്ടർ ഒരു ഡൈവേഴ്സായ ഒരു പെൺകുട്ടിയെ സ്വാധീനിച്ച് അവരെ സഹായമൊക്കെ ചോദിച്ച് എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് അത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഓഫീസിലെ വേറെ വനിതാ സ്റ്റാഫിനെ കൊണ്ട് എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അവരോട് സംസാരിപ്പിച്ച് എൻ്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞു. എന്നിട്ടോ അവർ സംസാരിച്ച റെക്കോർഡ് എടുത്ത് ലോകം മുഴുവൻ ഒരുത്തൻ എല്ലായിടത്തും പ്രചരിപ്പിച്ചു. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വൈറലാക്കി. അവൻ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബൈജു എന്ന് പറയുന്ന ന്യൂസ് ചാനലിന്റെ ഇല്ല പ്രഭു അവന്റെ വയറിളകി. അവൻ ജനിച്ചത് എന്തോ സംഭവമാണെന്ന് പറയുമ്പോഴേക്ക് ഇത് DGP അടക്കം പരാതി കൊടുത്ത് അന്വേഷണം നടത്തിയ സാധനമാണ്. അതിനൊന്നും പിണറായിയുടെ പോലെ ഇരുന്ന് അട്ടലിലൊന്നുമില്ല. അങ്ങനെ പിണറായി അങ്ങനെ ഭയപ്പെടുത്തിയൊന്നും വേണ്ട. ഒരുവിധ ഭയമുള്ളവനല്ല ഞാൻ. ഈ ഉണക്കലായി ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടക്കുന്നത്. എൻ്റെ ഒരു പേനാക്കത്തി പോലും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഉള്ള ആയുധം എന്ന് പറയുന്നത് ഇത് 2 പേനാകൾ, 2 കളറിലുള്ളത്. അതാണല്ലോ നോക്ക്. അപ്പൊ എന്റെ കൂടോത്രം പഠിച്ചോളാണ്, ശ്രദ്ധിച്ചോളൂ. തമാശയായിട്ട് പറഞ്ഞല്ല, ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റുകൊണ്ട്. ഒരു കത്തനാര് പള്ളിയിലച്ചൻ എന്നോട് ചലഞ്ച് ചെയ്തു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് എഴുതാം. എന്നെ ഭയങ്കരമായ രീതിയിൽ ഒരു സ്ഥാനം കാണാൻ പറഞ്ഞത്. അവിടേക്കാണ് വരുന്നേ. ഒരു സ്ഥാനം കാണാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ സ്ഥാനം അവിടെ ചെന്നിട്ട് നിലവിളക്ക്. അപ്പോൾ വീട്ടുകാർക്ക് വളരെയധികം ബഹുമാനമാണ് എന്നോട്. അച്ഛനെ വിളിക്കേ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണ് പറഞ്ഞ അച്ഛനെ കൂടെ വിളിച്ചോണം. ക്രിസ്ത്യൻ കത്തോലിക്കല എല്ലാവിധ കാര്യങ്ങളും അവരുടെ ഇടയ്ക്ക് നിറപറയും നിലവിളക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കത്തോലിക്കർക്കൊരു ഗുണമുണ്ട്. അതായത് തോമസ് ലീഗ വന്ന കാലം മുതൽ ഇങ്ങോട്ടാണെങ്കിലും അതിൻ്റെതായ ഒരു ഉൽപ്പത്തി. ഇവരുടെ വിവാഹത്തിന് പോലും നിറപറയും നിലവിളക്കൊക്കെ വെച്ചിട്ടാണ് നടന്നത്. അത് ആർഷഭാര സംസ്കാരം, ആഢ്യത്വം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനടിച്ച് പൂക്കുറ്റിയായിട്ടാണ് വന്നത്. ഞാൻ പച്ചി. അച്ഛനൊരു 3-4 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഇങ്ങനെ ചക്കാച്ചാണ്. ഞാൻ പറയാച്ചോ ഇത് എങ്ങനെയാണ്, ഇത്രയും ഭൂമിയുണ്ട് ഇവിടെ, നമുക്കിതിനെ തിരിക്കണം, സ്ക്വയർ ചെയ്യണം. അതിനുള്ള എല്ലാ സാമഗ്രിയും ഉണ്ട്. കോമ്പസ് ഉൾപ്പെടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ക്വയർ ചെയ്യുന്നു. നമ്മൾ ഈശാനുകോളിൽ നമ്മളിതിനെ കുറ്റിവയ്ക്കുന്നു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് 1 മീറ്റർ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് എക്സ്കവേഷന് വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അല്ല പിന്നെ ഈ കുറ്റി പറിക്കേണ്ടി വരും. ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ആ കുറ്റി നീക്കാൻ പാടില്ല. അങ്ങനെ വാസ്തു അനുശാസിക്കുന്നുണ്ട്. ഇയാൾ കയറി അങ്ങ് ചൂടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കാണാൻ നല്ല സുന്ദരി. ആ വീട്ടുടമയുടെ ഭാര്യ നല്ല ഹൈ സ്റ്റാൻഡേർഡുമാണ്, ക്വാളിഫൈഡാണ്, MA ലിറ്ററേച്ചർ മറ്റുമാണ് ആ പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഇത് കണ്ണ് കാണിക്കുന്നുണ്ട്. പിന്നുണ്ട് അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ പുറകെ നിന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞ് കയറുകയെന്ന് പറയാം. അങ്ങ് ചൊറി ഒത്തിരി ഏറെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിടോന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടായിടോന്ന് പറഞ്ഞു. താൻ അടിക്കാതിരിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ധൂവക്കുറ്റി വീശുകയോ എന്ത് ഉണ്ട വേണമെങ്കിലും താൻ കാണിച്ചു. പക്ഷേ താൻ ഇത്രയും പേരുടെ അത് 100-200 പേരുണ്ട് അവിടെ. അവരുടെ മുൻപിൽ വെച്ചാണ് ഈ വാസ്തുവിനെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും അതിലുപരി എന്നെ പഠിപ്പിച്ച് എൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ച് പോലും ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ അവരുടെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. 15ാം ദിവസം ഉച്ചക്കുറിച്ച് താഴെ വീണൊക്കെ ശരിക്കും പണി കൊടുത്തു. നമുക്ക് കൂടോത്രം അറിയുന്ന ആളാണ് നമ്മുടെ പാരുക്കഴി വിജയൻ. അദ്ദേഹം എന്തായാലും നമുക്ക് ഒരു ഇത് അവസാനിപ്പിക്കാം. എന്താണ് സുധാകരന്റെ വീട്ടിൽ എന്നോട് ഉദ്ദേശിച്ച കാര്യത്തില് കൃത്യമായി നടന്നിരുന്നെങ്കിൽ? ബ്രിണ്ണൻ കോളേജിൽ 12ാം കളി, ഇപ്പോഴത്തെ 12 മറ്റേത് ഇത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അല്ല, ഇദ്ദേഹത്തിന് സംശയം തോന്നിയപ്പോ ഏതോ അറിയാമെന്ന
അതായത് മനേടിക്കണക്കുൾപ്പെടെ അറിയാവുന്ന ഒരു ജ്യോതിഷം മൊത്തം 100% അതാ പറയാ, ജ്യോതിഷം മൊത്തം 100% പഠിക്കുന്ന ഒരാളിന് മാത്രമേ വാസ്തു ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വാസ്തു ഫുള്ളായിട്ട് അറിയാൻ, കൂടാതെ ആർക്കും അറിയാൻ പറ്റാത്തൊരു കണക്കുണ്ട്, മനേടി കണക്ക്. അപ്പൊ ഇവർ എവിടുന്നോ അങ്ങനെ മനേടി കണക്ക് അറിയാവുന്നതായ ആളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇത്. മുഴക്കോലിൽ നടക്കണ്ട, 72 സെന്റിമീറ്റർ എന്ന് 72 സെന്റിമീറ്ററാണ് ഒരു കോലെന്ന് പറയും, 24 അങ്കുലം എന്ന് പറയാം. അളന്ന് വന്നു കഴിഞ്ഞാൽ 43-ലും 47-ലും ഒന്നുകിൽ നിധി ഇല്ലെങ്കിൽ കൂടോത്രം അതേ രീതിയിൽ ഉണ്ടായിരിക്കും. കണക്കിപ്പം തരാം, ഒരു പറഞ്ഞാൽ മതി. അടുത്ത ഇതിൽ പറയാം. അതെ, അപ്പോ ആവേശം കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയതാണ്. ഓക്കെ, അപ്പോ ഭയന്നിട്ടേടി പോയതല്ല, കണക്ക് കൃത്യമായ കണക്കാൻ യാദൃശ്യമായിട്ട് കൂടുതൽ കൂടോത്രത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതിൽ ഈ വിശദീകരണത്തോടെ അവസാനിപ്പിക്കാം ഈ എപ്പിസോഡിൽ. ഓക്കെ, അപ്പോ ഇതാണ് സുധാകരനെ ഇവര് പീഡിച്ചിരിക്കും. ബ്രിണ്ടൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം പോലെ ഇവർ ശത്രുക്കളാ. അത് മാത്രമല്ല, പാണ്ഡ്യാല ഷാജി എന്ന് പറഞ്ഞ ആ മഹായോഗി അദ്ദേഹം പറയും, ഏത് ചെകുത്താന്റെ പെടലിക്ക് പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ചെകുത്താൻ അപ്പിയിട്ടേച്ച് കഴുകാതെ കിടന്നാൽ അവനെ എടുത്ത് തോളത്ത് വെച്ച് അത് പിന്നെ കൈകൊണ്ട് കഴുകാതെ അല്ല വെള്ളം ഒഴിച്ച് കഴുകാതെ നക്കിയെടുത്താലും പിണറായി സഖാവിൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ചെകുത്താൻ്റെ എന്നല്ല ഏത് ഉപദ്രവകാരിയുടെ പിന്നെ അതിനെന്താ പേര് വരുന്നത്, റെക്കമെൻഡോ അത് അപ്രോച്ചോ ഏത് വിധത്തിലും ചെയ്യുന്ന അർത്ഥം. ആളെ ഏതൊരു വിധത്തിൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെ കെ സുധാകരനോട് ചെയ്യാണ്ട പണി. കാരണം കെ സുധാകരൻ ഇത്രയും ചിന്തിച്ചില്ല. അല്ല, ഇത് നടന്നിരുന്നു, ഇത് പിടിക്കപ്പെട്ടില്ല എന്ന് സംഭവിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ ബംഗ്ലാവും പോയതിന് അദ്ദേഹം പിന്നെ എങ്ങനെയായിരുന്നാലും 3-4 കഷണമായതിന് ഒരു സംശയം വേണ്ട, തകർന്നു പോയി. ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ആളാണ്. അതെ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ഇദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിലെ പ്രാർത്ഥനയുടെ ഒരു ഫലം ഇതിനകത്തുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് രക്ഷയുണ്ട്, ഭാര്യയുടെ വഴിക്കാണ് രക്ഷ വന്നിരിക്കുന്നത്. എന്തായാലും ഇതില് അദ്ദേഹത്തിന് ഇനി തൊടാൻ പറ്റില്ല. ഇല്ല, ഇനി ഇദ്ദേഹം ചെയ്യേണ്ടത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. സുധാകരൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ഞാൻ പണ്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലയളവ്, അതിന് ശേഷമല്ല 10ാം ക്ലാസ് വരെ ഞാൻ KSUക്കാരനായിരുന്നു. ഈ VM സുധീരൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചുങ്കത്തറ ഹൈസ്കൂളിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. മലപ്പുറം ജില്ലയിൽ ചുങ്കത്തറ, നിലമ്പൂർ ചുങ്കത്തറ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു ശുദ്ധികലശമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊട്ടും പൊടി അവിടെ ഉണ്ടാവും, അത് എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇതിൻ്റെ സുധാകരത്തോട് ഞാൻ പറയുന്നു, എന്നെ വിളിക്കണമെന്നില്ല, അല്ലാതെ വേറെ എന്നെ അറിവുള്ള ആളുകളുണ്ട്, അവരെ കൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ശുദ്ധികലശം ചെയ്യണം. അതിനുശേഷം ഉച്ചാരണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി എന്നല്ല, ഒരൊറ്റ രൂപ പോലും കൈ കാണില്ല, കടബാധ്യതയിൽ മുങ്ങും. അദ്ദേഹം ഇപ്പോൾ ഒരു വെച്ചടി കയറില്ലേ അദ്ദേഹത്തിന് നമ്മളെ പലപ്പോഴും വാക്കുപിഴ വരുന്നത് കണ്ടിട്ടുണ്ട്, അയാൾ പറയുന്നത് കൃത്യമല്ലാതെ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ ആള് ഉഷാറായി. എന്താന്നറിയാം, പറഞ്ഞുതരാം. ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം ഏത് പിന്നെ ദേവനോ ദേവിയോ ആരെ ആരാധിച്ചു കൊള്ളട്ടെ, 30 കോടി ദേവന്മാരൊക്കെ അല്ലേ ഉള്ളത്, ആരെ ആരാധിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് ദൈവചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് വെച്ചാൽ, അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഈ പിണറായി വിജയൻ എന്നെ വേട്ടയാടിപ്പം, കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് വേട്ടയാടിപ്പം, എൻ്റെ വീട്ടിൽ വൈഫിനെ വിളിച്ചും പോലീസിനെ വിളിച്ചും നിരന്തരമായി അവർക്കെതിരെ വൈഫിന് ഭയങ്കര ആത്മവിശ്വാസം കൊടുത്ത്, ഒരു പേടി ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നന്ദകുമാറിനെ ആരും തൊടില്ല, അതോടൊപ്പം പോലീസിനെ വിളിച്ച് കള്ളക്കേസുമായി പോയാൽ നിങ്ങൾ നാളെ ഭരണം മാറിയവർ ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് വാണിംഗ് കൊടുത്തുള്ള നേതാവാണ് അദ്ദേഹം. അത് തുടർച്ചയായിട്ട് ഒരു തവണയല്ല, ഞാൻ ഇറങ്ങുന്നവരെ അദ്ദേഹം അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് മറ്റുള്ള നേതാക്കന്മാരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിശേഷത. അദ്ദേഹത്തോട് എനിക്ക് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ, ആരും വർഗീയപരമായിട്ട്, ഐ ആം നോട്ട് ഗോയിങ് ടു ക്ലാസിഫൈ ഫോർ ദ പീപ്പിൾ, मैं किसी को आगे पीछे ये नहीं कर रहा हूँ, इसलिए മലയാളത്തിൽ കൂടെ പറയാം, ആരും ഞാൻ തരംതിരിക്കല്ല. ഇവിടെ അടികൊള്ളാൻ ചെണ്ട, പണം പറ്റാൻ മാരാര്, ആ രൂപത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അവസ്ഥ. ഇവിടുന്ന് കഴുത്തിന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇറങ്ങിയില്ലെങ്കിൽ പിണറായി ഒന്നാക്കി പിടിക്കും, തുപ്പിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുതുകത്തിടിക്കും. കാരണം
കാരണം വൻ ഭൂരിപക്ഷത്തോടു കൂടി ആ പ്രതിപക്ഷം തിരിക്കുന്നത് പാർലമെന്റിൽ. എന്തായാലും കൂടോത്രത്തെ കുറിച്ച് വിശ്വാസം ചാനലിൽ പ്രത്യേകമായി പാരുക്കഴി വിജയൻ എന്ന പ്രശസ്തനായ ജ്യോതിഷി പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടോത്രത്തെ കുറിച്ച് ശരിയും തെറ്റായാലും ശരി, അദ്ദേഹം ജ്യോതിഷിയാണ്. അദ്ദേഹത്തിന്റെ എന്താണോ കൂടോത്രം എന്ന് വളരെ വിശദമായി അദ്ദേഹം വിശദീകരിക്കും. അത് എല്ലാവരും കാണുക. കാരണം കൂടോത്രം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, അത് 100% സത്യമാണ്. അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളാണ് പാരുക്കഴി. ഓരോരുത്തർക്കും വിശ്വാസങ്ങൾ, അറിവുണ്ട്. അതിനെ തള്ളി പറയുന്നില്ല. എന്തായാലും അത് കൃത്യമായി കാണുക. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തീർച്ചയായും സംശയിക്കണ്ട. അപ്പം താൽക്കാലികമായിട്ട് വിടാം. ഇത് ഞാൻ നന്ദി, നമസ്കാരം.